നമ്മളിന്നുള്ളത് ആറ്റിങ്ങൽ വലിയകുന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും എമർജൻസിയായി വന്നു കഴിഞ്ഞാൽ മണിക്കൂറോളം ഡോക്ടറിനെ ഒന്ന് കാണാൻ പറ്റാതെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജനറൽ ഒപിയും കാഷ്വാലിറ്റിയും ഹാൻഡിൽ ചെയ്യാൻ ഒരു ഒറ്റ ഡോക്ടർ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അധികാരികൾ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലെന്ന് മനഃപൂർവ്വം നടിക്കുന്നതാണോന്നും അറിയില്ല. പലതവണ നമ്മളിവിടെ വന്നാലും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഡോക്ടറിനെ ഒന്ന് കാണാൻ പോലും കഴിയുന്നത്. അടുത്തൊന്നും വേറെ ഹോസ്പിറ്റലുകൾ ഇല്ലാത്തത് കൊണ്ട് സാധാരണ ജനങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. തലസ്ഥാനത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ആറ്റിങ്ങലിന്റെ താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. രാവിലത്തെ OP ടൈം കഴിഞ്ഞു വരുന്നവർക്ക് ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവും. കൂടുതൽ ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജീവനക്കാർക്കും രോഗികൾക്കും ഒരുപോലെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ആശുപത്രി ജീവനക്കാരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റുന്നില്ല. അവരും ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. ഡോക്ടറുടെ സ്ഥാനത്ത് ഡോക്ടർ തന്നെ വേണമല്ലോ. വേറെ ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഇവിടെ വേറെ ഡോക്ടർമാരെ നിയമിക്കാൻ താല്പര്യമില്ലാത്തതാണോ എന്നും അറിയില്ല. ഏത് സമയം കാഷ്വാലിറ്റി ഫുള്ള് എമർജൻസികൾ വന്നുകൊണ്ടിരിക്കും. എമർജൻസി കേസുകൾക്ക് മാത്രമായി ദയവ് ചെയ്ത അധികാരികളും ആരോഗ്യവകുപ്പ് മന്ത്രിയും ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറിനെ കൂടെ നിയമിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഡെലിവറി ഉൾപ്പെടെ നടത്തുന്ന ഈ താലൂക്ക് ആശുപത്രിയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ആവശ്യങ്ങൾ അധികാരികൾ നടപ്പിലാക്കാത്തത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതുമല്ല, ആക്സിഡന്റ് കേസുകൾ വന്നാലും ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് മാത്രം പല കേസുകളും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാനുള്ള സാമ്പത്തികമോ ആളുകളോ ഇല്ലാത്ത സാധാരണ ആളുകളുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. 5:30 കഴിഞ്ഞ് പോയ നമ്മൾ ഡോക്ടറിനെ കണ്ടത് 8:30 ശേഷമാണ്. നമുക്ക് മുമ്പും പിൻപും വന്ന എത്രയോ ആളുകൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി മണിക്കൂറുകൾ തന്നെ ഇവിടെ ചിലവാക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ദയവ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ഡോക്ടർമാരെ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിയമിക്കേണ്ടതാണ്. സാക്ഷരതയുള്ള കേരളത്തിലെ അധികാരികളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരട്ടെ. ഇവിടെ വന്നിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ബൈ ഫ്രം ട്രിവാൻഡ്രം എക്സ്പ്ലോർ.